എനിക്കിനി ഒരു റിലേഷൻഷിപ്പ് പരീക്ഷണത്തിന് താല്പര്യമില്ലെന്ന് ആര്യ ബാബു. കല്യാണം കഴിച്ച് സെറ്റിലാകുന്നതിനെക്കുറിച്ച് താൻ ചിന്തിക്കുന്നുണ്ടെന്നും ആര്യ. കൗമുദി മൂവീസ് നൽകിയ അഭിമുഖത്തിലാണ് ആര്യ മനസ്സ് തുറന്നത്. താനിപ്പോൾ സിംഗിൾ മദറാണെന്നും ആര്യ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയൊരു റിലേഷൻഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. അതായത് പ്രേമിച്ച് ലിവിങ് ടുഗദർ ടെസ്റ്റൊക്കെ നടത്തി ഓക്കെ ആണ് അല്ലേ എന്നൊന്നിനും വയ്യ. അതിനൊക്കെയുള്ള സമയം കഴിഞ്ഞു. കൊച്ചിന് 13 വയസ്സായി. ആ മൈൻഡ് സെറ്റില്ല എന്നാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആര്യ പറയുന്നത്. അതേസമയം തനിക്ക് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തകളുണ്ടെന്നാണ് ആര്യ പറയുന്നത്. തൻ്റെ വീട്ടുകാരും അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും ആര്യ പറയുന്നു. 2 വർഷം മുമ്പ് തന്നെ എനിക്ക് ചിന്തയുണ്ട്. കല്യാണം കഴിച്ച് സെറ്റിലാക്കണമെന്നുള്ളത് ഇപ്പോൾ വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ പറഞ്ഞു തുടങ്ങി. നേരത്തെ അവർ എന്നോട് സെറ്റിലാകാൻ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവർക്കും ഞാനൊരു കുടുംബമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് ആര്യ പറയുന്നത്. കുടുംബമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവരുണ്ട്. എനിക്കൊരു വല്യമ്മയുണ്ട്. അവർ സൂപ്പർ സിംഗിൾ മദറാണ്. കിടിലമ്മയായിരുന്നു. സർക്കാർ ജോലി ഉണ്ടായിരുന്നു. മകനെ നന്നായി പഠിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരു കുടുംബം പോലെയായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരു കമ്പാനിയൻഷിപ്പ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ എന്നും ആര്യ പറയുന്നു. അതേസമയം താൻ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് മകൾക്കുള്ള അഭിപ്രായം എന്തെന്നും ആര്യ പങ്കുവയ്ക്കുന്നുണ്ട്. അവൾക്കിഷ്ടമാണ്. അവളുടെ അച്ഛൻ കല്യാണം കഴിച്ചു. ഒരു കുഞ്ഞുണ്ടായി. അവളുടെ കൊച്ചനിയനാണ്. അവൾ നോക്കുമ്പോൾ അച്ഛൻ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുകയാണ്. അതിനാൽ അമ്മയും കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നത് നല്ലതല്ലേ എന്ന ചിന്ത അവൾക്കുമുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിയായ ആളെ കണ്ടെത്തി കല്യാണം കഴിച്ചോളൂ. ഞാൻ ഹാപ്പിയാണ് എന്നാണ് അവൾ പറഞ്ഞത്. തംസപ്പാണ് അവളുടെ ഭാഗത്തു നിന്നും ആര്യ പറയുന്നു. കഴിഞ്ഞ ദിവസം തൻ്റെ റീലിന് താഴെ അസഭ്യ കമൻറ്റുമായി എത്തിയ ആളെ തുറന്നു കാണിച്ച് ആര്യ വാർത്തകളിൽ ഇടനേടിയിരുന്നു. മകളുടെ ജന്മദിനാഘോഷത്തിൻ്റെ റീലിന് താഴെയാണ് ഒരാൾ തെറി കമൻ്റ് ഇട്ടത്. ഇയാളുടെ കമൻറ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ആര്യ പ്രതികരിച്ചത്. അതിലൂടെ അയാൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടിയതെന്ന് തനിക്ക് അറിയില്ലെന്നും അതൊരു ഒറിജിനൽ ഐഡിയിൽ നിന്നുള്ള കമൻ്റ് ആയിരുന്നുവെന്നും ആര്യ പറയുന്നുണ്ട്. ടെലിവിഷനിലൂടെയാണ് ആര്യ താരമാകുന്നത്. മുകേഷ്, രമേശ് പിഷാരടി എന്നിവർക്കൊപ്പം ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിൽ എത്തുന്നതോടെയാണ് ആര്യ താരമായി മാറുന്നത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മലയാള ടെലിവിഷനിൽ അറിയപ്പെടുന്ന അവതാരകയായി ആര്യ മാറി. അധികം വൈകാതെ സിനിമകളിലും ആര്യ അഭിനയിച്ചു. ഇതിനിടെ ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായി ആര്യ എത്തി. മച്ചാൻ്റെ മാലയ്ക്കയാണ് ആര്യയുടെ ഏറ്റവും പുതിയ സിനിമ.